ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിൽ സാധാരണയുണ്ടാകുന്ന ചേരുവകൾ വെച്ച് നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു പഞ്ഞിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഞ്ഞിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഇടിയപ്പവും പത്തിരിയുമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി അളവിലാണ് നമ്മളിവിടെ ചോറും തേങ്ങയും കൂടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറും തേങ്ങയും അരിപ്പൊടിയുമെല്ലാം കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 5ഓ 6ഓ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെറും 1/2 ഗ്ലാസ് അളവിൽ ലൈറ്റ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. ബ്ലേഡ് തിരിയാൻ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ മാത്രം അല്പം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞിയപ്പത്തിനുള്ള മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിൽ നിന്നും ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. മിക്സ് മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പോ പഞ്ചസാരയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയും ചോറും പഞ്ചസാരയും കോഴിമുട്ടയും എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പഞ്ഞിയപ്പമാണിത്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ഞിയപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ പാനിലാണ്. ഈ പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പഞ്ഞിയപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇത് പൊങ്ങി വന്നിട്ടുള്ളത്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.